ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. ഡിസംബർ 23-ന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത 18 വയസ്സ് പൂർത്തിയായ എല്ലാ ആളുകൾക്കും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്നും ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ നൽകിയ അപേക്ഷ അപ്രൂവ് ആയിട്ടുണ്ടോ, നമ്മുടെ അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെർച്ച് റിസൾട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ റിസൾട്ട് നമുക്ക് കാണാം, voters.eci.gov.in എന്നുള്ളത്. അപ്പോൾ അതിലൊന്ന് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു പേജിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് ആവശ്യമുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ശേഷം നമുക്ക് ഈ ഒരു പേജിൽ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെയുള്ള ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ശേഷം ഇവിടെ എൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള കോളത്തിൽ കറക്റ്റായിട്ട് അതുപോലെ തന്നെ നോക്കി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള റിക്വസ്റ്റ് OTP എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് SMS ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ SMS വന്നിട്ടുണ്ട്. ആ ഒരു OTP കോഡ് ഇവിടെ നോക്കി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിവിടെ ലോഗിൻ ആയി കഴിഞ്ഞാൽ ഇവിടെ മുകൾ ഭാഗത്ത് ഇതുപോലെ നമ്മുടെ പേര് നമുക്ക് കാണാവുന്നതാണ്. ശേഷം ഈ ഒരു പേജ് ഇവിടുന്ന് നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ സർവീസസ് എന്നുള്ളതിന് താഴെയായിട്ട് ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ശേഷം ഇവിടെ എൻ്റെ റെഫറൻസ് നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മൾ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റെഫറൻസ് നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു റെഫറൻസ് നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കുകയില്ല. എറർ നോ റെക്കോർഡ് ഫൗണ്ട് എന്നുള്ള വാർണിംഗ് മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻപ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒത്തിരി പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എറർ നോട്ട് ഫൗണ്ട് എന്നുള്ളതാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷയുടെ റെഫറൻസ് നമ്പർ നൽകുന്നത് തെറ്റിയത് മൂലമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കാത്തത്. ഇപ്പം ഞാനിവിടെ റെഫറൻസ് നമ്പർ നൽകുന്ന സമയത്ത് 7ാമത്തെ ഡിജിറ്റ് വരുന്നത് O എന്നുള്ള ലെറ്റർ ആണ് വേണ്ടത്. ഇതിനു പകരം പല ആളുകളും റെഫറൻസ് നമ്പർ നൽകുന്നത് 0 ആയി എൻ്റർ ചെയ്ത് നൽകിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എറർ മെസ്സേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റെഫറൻസ് നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇതുപോലെ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു അപേക്ഷയുടെ ഡീറ്റെയിൽസ് ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇത് വലതുവശത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷയുടെ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാം. കറണ്ട് സ്റ്റാറ്റസ് എന്നുള്ളതിൽ സബ്മിറ്റഡ് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എൻ്റെ അപേക്ഷയുടെ സ്റ്റാറ്റസ് സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഇനി ഇത് ഓരോ ഘട്ട അപ്ഡേഷൻ നടക്കുന്നതിനനുസരിച്ച് സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് ഇതുപോലെ ഇടയ്ക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. BLOയുടെ അപ്രൂവലൊക്കെ ആകുന്നതിന് സമയമെടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി നമ്മൾ നൽകിയ അപേക്ഷയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.